സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും സ്വപ്നമാണല്ലേ. ഇന്നിതാ എൻ്റെ അനിയത്തിയുടെ വീടിൻ്റെ ഹോം ടൂറാണ് കാണിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്മുടെ കഴിഞ്ഞ ലോങ് വീഡിയോ വന്നിട്ട് അനിയത്തിയുടെ വീട്ടിലെ ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്തൊരു കമൻറ്റ് വന്നായിരുന്നു, നമുക്ക് ഹോം ടൂർ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ പിന്നെ ഒരു ഹോം ടൂർ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് വന്നിട്ട് അവളുടെ ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. അവിടേതാ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ആ ഡേ ഇൻ മൈ ലൈഫിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിങ്ങനെ നായയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് കെട്ടി വെച്ചതാട്ടോ. ഈ ഒരു സൈഡിലൊന്നും അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലം വരുന്നില്ല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ഫ്രണ്ടിൽ ഓൾറെഡി കണ്ടല്ലോ, അങ്ങനെ ഒരു 2-3 മരങ്ങളൊക്കെ അവളുടെ ഫാദറിലോ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് അവിടെ കയറി വരുമ്പോൾ തന്നെ ഒരു മാഷാ അല്ലാ ബോർഡ് ഉണ്ട് അല്ലേ, എല്ലാം ഹൈറാവട്ടെ, അതാണ് നമ്മുടെ വിശ്വാസം, അങ്ങനെ തന്നെ ആവട്ടെ. ഇവിടെ ഒരു കുഞ്ഞ് പ്ലാന്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതാ പതുക്കെ അകത്തോട്ട് കിടക്കാം കേട്ടോ. ഫ്രണ്ടിൽ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ ഒരു ഹാള് കിടക്കുന്നുണ്ട്. അവിടെ അവർ കയറി വരുന്ന ഭാഗത്ത് തന്നെ സോഫയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മുകളിലോട്ട് പോകാനുള്ള സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 3 റൂമായിട്ടാണ് ഹാളിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഹാളായതുകൊണ്ട് തന്നെ ഒരു സൈഡിൽ സോഫയും ഒരു സൈഡിൽ ഇതാ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് തന്നെ നമ്മുടെ വാഷ് ബേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചങ്ങ് വെക്കാം നമുക്ക്. പിന്നെ ഇതാ കയറി വരുന്നവർക്കും പോണവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂമും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാളിൽ തന്നെയാണത് വരുന്നത് കേട്ടോ. ഒരു ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കിടക്കുന്നത് അവിടെയാണ്. പണ്ടൊക്കെ ഓഫീസ് റൂം അങ്ങനെയൊക്കെ പറയില്ലേ, ഇപ്പം അങ്ങനെയൊക്കെ പറയുമോ ഐ ഡോണ്ട് നോ. ഏതായാലും നമ്മുടെ ഒരു ബെഡ്റൂം ഫ്രണ്ടിലുള്ളൊരു ബെഡ്റൂമാണിത് കേട്ടോ. ഇവർ വന്നിട്ട് ആകെ 3 പേരേ ഉള്ളൂ, അതായത് ഹസ്ബൻഡ്, വൈഫ്, കുട്ടി. അതിൽ ഹസ്ബൻഡ് ഓൾറെഡി നാട്ടിലില്ല. അപ്പോൾ ഇവർ 2 പേര് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റൂമൊന്നും അവർ യൂസ് ചെയ്യലേ ഇല്ല. ആകെ ഒരു റൂം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ നമ്മുടെ ഫ്രണ്ടിലുള്ള, അതായത് മറ്റേ സൈഡിലുള്ള നമ്മുടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗത്തുള്ള ഒരു റൂമാണിത്, ബെഡ്റൂമാണിത്. ഇതും ഉപയോഗിക്കാണ്ട് കിടക്കുകയാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും അതേപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ റൂമൊക്കെ ഉപയോഗിക്കലുള്ളൂ കേട്ടോ. അപ്പോൾ ആളിതൊരു നിസ്കാര റൂമാക്കി അങ്ങ് മാറ്റിയിരിക്കുകയാണ്. പിന്നെ കുട്ടിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തായാലും ഒരു സെപ്പറേറ്റ് നിസ്കാര റൂം നല്ലതാണല്ലോ. ഹാളിൽ തന്നെ ഇതാ ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് ആൾ യൂസ് ആക്കുന്ന റൂമാണ് ഇനി കാണാൻ പോകുന്നത്, അതായത് അവരുടെ ബെഡ്റൂം കേട്ടോ. ഇതും അടിപൊളിയാണ്, നല്ല ബെഡും എന്താ പറയുക കട്ടിലൊക്കെ ഉള്ള ഒരു റൂം തന്നെയാണിത് ആൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ആളുടെ ഫോട്ടോസ്, കുട്ടിയുടെ ഫോട്ടോസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് അവരുടെ ഒരു ഫോട്ടോ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫും കുട്ടിയൊക്കെ ഉള്ള അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുതിയ വീടായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ സെറ്റ് ചെയ്ത് വരണേ ഉള്ളൂ. ഇത് ഞാൻ കുടിരിക്കലൊക്കെ കഴിഞ്ഞ് ആ തുടക്കത്തിൽ ഫസ്റ്റ് നിൽക്കാൻ പോയ സമയത്ത് എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. കാരണം വീടൊക്കെ അങ്ങ് സെറ്റായി വരണല്ലേ ഉള്ളൂ. ഇത് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു ബെഡ്റൂം ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ അങ്കത്തട്ടിലോട്ട് പോകാം. അതായത് ഒരു വീട്ടമ്മയുടെ ലോകം എന്ന് പറയുന്നത് എന്താ പറയുക, രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഈ ഒരു കിച്ചൺ തന്നെയാണല്ലേ. ഇവളുടെ വീട്ടിലെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു കിച്ചൺ ടേബിൾ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ചെറുതാവുമ്പോൾ തന്നെ കാണാനൊരു പ്രത്യേക ഭംഗിയാണല്ലോ. പണ്ടത്തെ അമ്മമാരൊക്കെ പറയുന്ന പോലെ ഒരു വീടായ ഒരു വിറകടുപ്പ് അത് നിർബന്ധമാണല്ലേ. ശരി തന്നെയാണ്. നമ്മൾ ഒരുപാട് ആൾക്കാരൊക്കെ കൂടുമ്പോൾ നമുക്ക് ഈ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കുക്ക് ചെയ്യണതിനേക്കാളും എത്രയോ ബെറ്ററാണ് കേട്ടോ ഈ ഒരു വിറകടുപ്പിൽ സെറ്റാക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാണ്, കുഴപ്പമില്ല, നല്ല യൂസ്ഫുൾ ആണല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കൊന്നുമില്ലല്ലോ. അവിടെ അങ്ങനെ സേഫായിട്ട് അതിൻ്റെ ഉള്ളിൽ അങ്ങ് കിടന്നോളും. ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ.
ഹൗസ് വാമിങ്ങിന് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റും പിന്നെ കിച്ചണിനകത്ത് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ചൂലും മുറും വടിയും തുടപ്പും എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇതിനകത്താണ്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ അതാ കിച്ചണിൻ്റെ ആ ഒരു പുറകുവശത്തുള്ള ഒരു ഭാഗമാണ് ഇത് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരുപാട് മുറ്റവും കാര്യങ്ങളൊന്നും കിടപ്പില്ല. ഇവിടെ തിരുമ്പാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്, പിന്നെ കോമൺ ആയിട്ടൊരു പൈപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹോം ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞാനും കൂടി ഒന്ന് അറിയട്ടെ. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.